Hello, good morning. കേൾക്കാല്ലേ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാട്ടോ. ജോയിൻ ആവട്ടെ എല്ലാവരും. ലാസ്റ്റ് ക്ലാസ്സിലെ ടോപ്പിക് എന്തായിരുന്നു? പ്രോമിസ് ആയിരുന്നു തോന്നുന്നു അല്ലേ? അല്ലേ? അതെ, ട്രൈ ക്യാച്ച് എടുത്തായിരുന്നോ? ട്രൈ ക്യാച്ച് എടുത്തു. ആൻഡ് ലാസ്റ്റ് വേറൊരു ഒരു ടാസ്ക് തന്നിട്ടുണ്ട്. ഷെയർ ചെയ്യോ? ശരി. ടാസ്ക് കംപ്ലീറ്റ് ആയത്. ഓക്കെ, ഇത് കറക്റ്റ് ആണോ? ഒരു മിനിറ്റ്, ജോയിൻ ആവട്ടെ. ഓക്കെ, ഇതിനകത്ത് എന്താ ചെയ്തേക്കുന്നത്? ട്രൈഡകത്ത് ഏജ് കൊടുത്തു. ഏജ് ലെസ് ദാൻ 80 ആണ് കൊടുത്തേക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇഫിനകത്തൊരു കണ്ടീഷൻ കൊടുത്തു. ഏജ് ലെസ് ദാൻ 80 ആണെങ്കിൽ ഒരു എറർ ത്രോ ചെയ്യാൻ വേണ്ടിയിട്ട്, ത്രോ ന്യൂ എറർ, യു ആർ നോട്ട് എലിജിബിൾ ഫോർ ഗെറ്റിംഗ് ലൈസൻസ്. ഓക്കെ, എന്നിട്ട് ക്യാച്ചിനകത്ത് എറർ കൺസോൾ ഡോട്ട് ലോഗിനകത്ത് എറർ ഡോട്ട് മെസ്സേജ് എന്ന് പ്രിൻ്റ് ചെയ്യിപ്പിച്ചു. അതായത് ആ കേസിലാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഓക്കെ പ്രോഗ്രാം കംപ്ലീറ്റഡ് അല്ലെങ്കിൽ യു ആർ എലിജിബിൾ ഫോർ ലൈസൻസ്, അങ്ങനെ എന്ത് മെസ്സേജ് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം അല്ലേ? ഓക്കെ, ഇതുപോലെ എല്ലാവരും ചെയ്തോ? എല്ലാവർക്കും ഔട്ട്പുട്ട് കിട്ടി. ഓക്കെ, ഇനി ആരുമില്ല ജോയിൻ ആവാൻ. ഓക്കെ, എന്നാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അടുത്ത ടോപ്പിക് നോക്കട്ടെ. ഓക്കെ, നമുക്ക് സിംഗവെയിറ്റ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ട്. ആ സിംഗവെയിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് പ്രോഗ്രാമിനെ സിങ്ക്രണൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത് സിംഗവെയിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ്. ഓക്കെ, അപ്പം നമുക്ക് അതെന്താണെന്ന് നോക്കാം. വിനീഷ്, ഒരു ഡൗട്ട് ചോദിക്കട്ടെ. ഇപ്പോ ജിഷ എഴുതിയിരിക്കുന്ന പ്രോഗ്രാം വെച്ചാകുമ്പോഴേ ലാസ്റ്റില് വീണ്ടും യു ആർ എലിജിബിൾ എന്നും കൂടി കാണിക്കില്ലേ ഔട്ട്പുട്ട്?
വേറെ എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടോ അത് നോക്കട്ടെ. ആ യു ആർ അതായത് ഇപ്പൊ ഏജ് 17 ആണെങ്കിലും യു ആർ നോട്ട് ഓക്കെ എലിജിബിൾ ഓക്കെ. വീണ്ടും യു ശരിയാ, ആർ എലിജിബിൾ. പ്രോഗ്രാം കംപ്ലീറ്റഡ്. എൽസ് അല്ലല്ലോ കൊടുത്തേക്കുന്നത്. ഇഫിനകത്ത് എൽസ് പാർട്ടാണ്. അങ്ങനെ എൽസ് പാർട്ട് ഉണ്ടെങ്കിൽ ഓക്കെ. അപ്പൊ ഇപ്പൊ ഇതിനകത്ത് ജസ്റ്റ് പ്രോഗ്രാം കംപ്ലീറ്റഡ് എന്ന് എഴുതിയാൽ മതി. ഇഫിനകത്ത് എൽസ് പാർട്ട് ആണെങ്കിലാണ് എന്ത് ചെയ്യുക, ആ ഒരു ഔട്ട്പുട്ട്. ഇത് സിമ്പിൾ ഇഫ് അല്ലേ കൊടുത്തേക്കുന്നത്. ഇഫിനകത്ത് ഒരു എൽസ് പാർട്ടിനകത്ത് ആ ഒരു ഞാൻ പറഞ്ഞ പോലെ കൊടുക്കാം. എൽസിനകത്ത് എന്ത് ചെയ്യാം, യു ആർ എലിജിബിൾ എന്ന് പറഞ്ഞ് കൊടുക്കാം. ഒന്ന് റൺ ചെയ്ത് നോക്കൂ. എനിക്ക് ഔട്ട്പുട്ട് കിട്ടിയോ? പ്രോഗ്രാം കംപ്ലീറ്റ്. ഇനി ഗ്രേറ്റർ ദാൻ ആയിട്ടുള്ള ഒരു വാല്യൂ കൊടുക്കും. ഗ്രേറ്റർ ദാൻ ആയിട്ടുള്ള ഒരു വാല്യൂ കൊടുക്കും. എന്താ ചെയ്തേ? വാല്യൂ ഒന്ന് ചേഞ്ച് ചെയ്യോ? പേജ് 17 ആണല്ലോ, ഒരു 20 അല്ലെങ്കിൽ 27 ആ ഒരു വാല്യൂ ഒന്ന് ചേഞ്ച് ചെയ്തു റൺ ചെയ്യോ? ഇതെന്തിനാ എടുക്കുന്ന? അല്ലാതെ നിന്ന് കണക്ട് ചെയ്തൂടെ ഇത്? ഹലോ ഹലോ പറയൂ. വിനിച്ച, അത് എന്റെ മോൻ ബ്ലൂടൂത്ത് അതിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാണ്. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? കേക്കാം. ഓക്കെ. ഞാൻ പറഞ്ഞത് കേട്ടായിരുന്നു? ഇല്ല ഇല്ല. ഓക്കെ. ആ ഏജ് ചേഞ്ച് ചെയ്ത് കൊടുക്കും. 17 എന്നാണല്ലോ, ഗ്രേറ്റർ ദാൻ 80 ആയിട്ടുള്ള ഒരു വാല്യൂ ചേഞ്ച് ചെയ്ത് എൽസിനകത്ത് കയറുന്നുണ്ടോന്ന് അറിയാനാ. ഞാൻ നോക്കിയായിരുന്നത്. ഓക്കെ, യു ആർ എലിജിബിൾ എന്ന് പറയുന്നുണ്ട്. യു ആർ എലിജിബിൾ എന്ന് പറഞ്ഞ ഔട്ട്പുട്ട് കിട്ടി. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് അസിങ്ക് അവൈറ്റ് നോക്കാം. അസിങ്ക് അവൈറ്റ് എന്താണെന്ന് ആദ്യം പറഞ്ഞുതരാം. അസിങ്ക് അവൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ജാവാസ്ക്രിപ്റ്റിനെ സിങ്ക്രണൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അസിങ്ക്രണൈസ്, അതായത് നമ്മുടെ ഒരു കോഡിനെ സിങ്ക്രണൈസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാൻഡിൽ ചെയ്യാം. നമ്മൾ ഒരു അസിങ്ക് എന്ന് പറയുന്നത് ഒരു കീവേഡാണ്. അതൊരു ഫംഗ്ഷന് മുന്നേ നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു കീവേഡാണ്. ഈ അസിങ്ക് ഫംഗ്ഷൻ എന്ത് ചെയ്യാണ്, എപ്പോഴും നമുക്ക് ഒരു പ്രോമിസ് റിട്ടേൺ ചെയ്യുന്നുണ്ട്. പ്രോമിസ് റിട്ടേൺ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സിങ്ക്രണൈസ്ഡ് ആയിരിക്കും. അതായത് നമ്മൾ പറയാണ്, ആ ഒരു അവൈറ്റ് എന്ന് പറയുന്ന ഒരു കീവേഡ് ഉണ്ട്. അവൈറ്റ് കീവേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രോമിസ് നമുക്ക് റിട്ടേൺ ചെയ്യാണ്. അവൈറ്റ് പ്രോമിസ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചല്ലോ. ആ പ്രോമിസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, നമ്മുടെ പ്രോഗ്രാം ഫിനിഷ് ആവുന്നത് വരെ എന്ത് ചെയ്യും, ഇത് അതായത് ഇത് അവൈറ്റ് എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്ത് നമ്മൾ എന്താണോ കൊടുത്തേക്കുന്നത്. ഇപ്പൊ ജസ്റ്റ് ഒരു ഇപ്പൊ ടെസ്റ്റിങ്ങിലേക്ക് എത്തുകയാണെങ്കിൽ നമ്മളൊരു എന്തിനു വേണ്ടിയാ അവൈറ്റ് യൂസ് ചെയ്യാം, ഒരു എലമെന്റ് ഫൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റിന്റെ കൂട്ടത്തിൽ നമ്മൾ സ്റ്റാർട്ടിൽ അവൈറ്റ് ഇട്ട് കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഈ അവൈറ്റ് ഉള്ള സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ അത് നമുക്കൊരു പ്രോമിസ് ആണ് റിട്ടേൺ ചെയ്യുന്നത്. അതെന്താണ്, ഓക്കെ, വെയിറ്റിംഗ് ആണ്. അത് എന്തായാലും മസ്റ്റായിട്ട് എന്ത് ചെയ്യും, നമുക്കൊരു റിസൾട്ട് നമുക്ക് തരും. അതാണത് പ്രോമിസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് കുറച്ച് സമയം എടുക്കും. സമയം എടുത്തിട്ടാണെങ്കിലും നമുക്ക് ആ എലമെന്റ് ഫൗണ്ട് ചെയ്ത് തരും. എന്നാണ് അസിങ്ക് അവൈറ്റ് എന്ന് പറയുന്നത്. അതായത് ലൈൻ ബൈ ലൈൻ ഒരു കോഡ് കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രം അടുത്ത കോഡിലേക്ക് ചാടുക. അല്ലാതെ ഒരു കോഡ് വർക്കിംഗ് കംപ്ലീറ്റ് ആയിട്ടില്ല, കംപ്ലീറ്റ് ആവുന്നതിന് മുന്നേ, അതിന്റെ ലോഡ് കംപ്ലീറ്റ് ആവുന്നതിന് മുന്നേ അടുത്ത ലൈനിലേക്ക് ചാടിയിട്ട് നമ്മുടെ ഔട്ട്പുട്ടിനെ മൊത്തം അസിങ്ക്രണൈസ് ആക്കാതെ സിങ്ക്രണൈസ് ചെയ്ത് വെക്കുക. ലൈൻ ബൈ ലൈൻ ഓരോ കോഡും എന്ത് ചെയ്യാണ്, വർക്ക് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ചെയ്യാന്ന് പറഞ്ഞ ഒരു സിമ്പിൾ എക്സാമ്പിൾ ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മൾ ടെസ്റ്റിങ്ങിലെത്തുമ്പോൾ ഈ അസിങ്ക് അവൈറ്റ് തന്നെയാണ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാണ്. ഫംഗ്ഷൻ
എന്തെങ്കിലും ഒരു നെയിം കൊടുത്തേക്ക്. പ്രിന്റ് നെയിം എന്നോ ഗ്രീറ്റ് നെയിം എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു. എന്നിട്ട് അതിനകത്ത് ഞാൻ എന്ത് ചെയ്യാണ്, അതൊരു പ്രോമിസ് റിട്ടേൺ ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് കേട്ടോ, റിസോൾവ് ചെയ്യുന്ന പോലെ. അപ്പോൾ ഇങ്ങനെ കൊടുത്തു console.login റിട്ടേൺ, കൺസോൾ വേണ്ട, റിട്ടേൺ മതി. റിട്ടേൺ പ്രോമിസ് ഡോട്ട് റിസോൾവ്, അതായത് പ്രോമിസ് റിട്ടേൺ ചെയ്യുന്നത്, പ്രോമിസിന്റെ പി ക്യാപിറ്റല് ഡോട്ട് റിസോൾവ്, അതായത് നെയിം അല്ല ഗെറ്റ് ചെയ്യുന്നത്. അപ്പോൾ റൗണ്ട് ബ്രേസസിനകത്ത് ഒരു നെയിം റിസോൾവ് ചെയ്ത് കൊടുത്തേക്ക്, ഒരു വാല്യൂ പാസ് ചെയ്ത് കൊടുത്തേക്ക്. റിസോൾവിന്റെ റൗണ്ട് ബ്രേസസിനകത്ത് റിസോൾവ് റിട്ടേൺ ചെയ്യില്ലേ. ഓക്കെ ഓക്കെ അത് കഴിഞ്ഞിട്ട് ഇത് റിട്ടേൺ ചെയ്യാണ്. റിട്ടേൺ ചെയ്യാന്ന് വെച്ചാൽ ഈ ഗ്രീറ്റ് നെയിം എന്ന് പറയുന്നത്, ഗ്രീറ്റ് നെയിമിനെ കോൾ ചെയ്യുമ്പോൾ ഒന്നില്ലെങ്കിൽ കൺസോളിലിട്ട് കോൾ ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് ഒരു വേരിയബിളിലിട്ട് കോൾ ചെയ്യണം. അപ്പോൾ ഞാൻ അതിനെ കോൾ ചെയ്യാം, നെക്സ്റ്റ് ലൈനിൽ വന്ന് കോൾ ചെയ്യാണ്. അടുത്ത ലൈനിൽ ഈ ഫംഗ്ഷനെ കോൾ ചെയ്യാൻ പോവാം. ഈ ഫംഗ്ഷൻ എവിടെയാ കോൾ ചെയ്യാം? ഫംഗ്ഷനകത്തല്ലല്ലോ, ഫംഗ്ഷന്റെ പുറത്ത്. ഫംഗ്ഷനെ കോൾ ചെയ്തു, ലെറ്റ് നെയിം ഈക്വൽ ടു ഗ്രീറ്റ് നെയിം. നോർമലി നമ്മൾ ഇങ്ങനെയാണ് കോൾ ചെയ്യാറ്. റൗണ്ട് ബ്രേസസ് ഇട്ട് കൊടുക്കുക. ഓക്കെ, നോർമലി നമ്മൾ ഇതിനെ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, കോൾ ചെയ്യുന്നത്. ഇതൊന്ന് റൺ ചെയ്യാം. ഓക്കെ, ഇതിനകത്ത് ഔട്ട്പുട്ട് എല്ലാവർക്കും ഇങ്ങനെയാണോ വന്നേക്കുന്നത്? എല്ലാവർക്കും ഇങ്ങനെയാണോ വന്നേക്കുന്ന ഔട്ട്പുട്ട്? കിട്ടിയോ എല്ലാവരും? എല്ലാവരും ചെയ്തു. ഓക്കെ, ഇനി ഞാൻ പറയാണ്, അതായത് ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല, ഈ റിട്ടേൺ ചെയ്തിട്ടില്ല. അതായത് ഇതിന് നെക്സ്റ്റ് ലൈനിൽ നമ്മൾ പ്രിന്റ് ചെയ്യിപ്പിച്ചിട്ടില്ലല്ലോ, console.logനകത്ത് നെയിം പ്രിന്റും കൂടെ ചെയ്യിപ്പിക്കാം. ഈ നെയിം പ്രിന്റ് ചെയ്യിപ്പിച്ചിട്ടില്ല. ഓക്കെ, ഇനി റൺ ചെയ്യാം. ഓക്കെ, പ്രോമിസ്, അതായത് ഒരു പ്രോമിസ് ആണ് റിട്ടേൺ ചെയ്യുന്നതെന്ന് പറഞ്ഞു അല്ലേ, പ്രോമിസ് ജിഷ എന്ന് പറഞ്ഞിട്ടാ വന്നേ. അപ്പോൾ ഇനി ഞാൻ വേറൊരു മെത്തേഡ് പറയാണ്. നമുക്ക് ഇങ്ങനെയല്ലല്ലോ ഔട്ട്പുട്ട് കിട്ടാറ്. എന്തായാലും ഞാൻ വേറൊരു മെത്തേഡ് പറയാണ്. ഈ ഒരു ലൈന്, അതായത് നമ്മൾ കോൾ ചെയ്ത ലൈൻ ഗ്രീറ്റ് നെയിം എന്ന് പറഞ്ഞ് കോൾ ചെയ്തത് ഒന്ന് സിങ്ക്രണൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഗ്രീറ്റ് നെയിമിന്റെ ഫ്രണ്ടിലായിട്ട് നമ്മൾ അവൈറ്റ് എന്ന് പറഞ്ഞിട്ട് കീവേഡ് യൂസ് ചെയ്യാണ്. അവൈറ്റ് സ്പേസ്, അവൈറ്റ് ആയിട്ട് സ്പേസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ അവൈറ്റ് ഇതൊന്ന് റൺ ചെയ്ത് നോക്കുമോ? ഓക്കെ, പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഈ അവൈറ്റ് ഒറ്റയ്ക്ക് നിൽക്കില്ല. ഈ അവൈറ്റ് എപ്പോഴും, ഇതിപ്പോ ചെറിയൊരു ഇതാണ് അവൈറ്റ് എന്ന്, അതായത് പ്രത്യേകിച്ചൊന്നും ഇല്ല, ഒരു നെയിം മാത്രമേ പ്രിന്റ് ചെയ്യാൻ കൊടുത്തിട്ടുള്ളൂ. ഇനി നമ്മൾ ടെസ്റ്റിങ്ങിലേക്കൊക്കെ എത്തുമ്പോൾ കോഡ് കുറച്ചും കൂടെ വലുതായിരിക്കും. അപ്പോൾ ഈ അവൈറ്റ് ഒരിക്കലും ഇങ്ങനെ ഒറ്റയ്ക്ക് യൂസ് ചെയ്യാൻ പാടില്ല. അവൈറ്റ് എന്ന് പറഞ്ഞ കീവേഡ് ഒറ്റയ്ക്ക് യൂസ് ചെയ്യാൻ പാടില്ല. അതെപ്പോഴും അസിങ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ അകത്ത് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇവിടെ കോൾ ചെയ്തിട്ടില്ലേ ഈ ഗ്രീറ്റ് നെയിമിനെ, ഇത് ഒരു ഫംഗ്ഷനകത്തേക്ക് ഡിസ്പ്ലേ നെയിം എന്ന് പറഞ്ഞ വേറൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുക. ഇത് വേറൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുക. അവിടെ തന്നെ ഫംഗ്ഷൻ ഡിസ്പ്ലേ നെയിം, റൗണ്ട് ബ്രേസസ് ഇടുക, കേളി ബ്രേസസ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇത് ഈ രണ്ട് ലൈനും എന്ത് ചെയ്യുക, അതിനകത്തേക്ക് കട്ട് ചെയ്തിടുക. ഓക്കെ, കട്ട് ചെയ്ത് എന്നിട്ട് നമ്മുടെ ഫംഗ്ഷന്റെ മുന്നിലായിട്ട് അസിങ്ക് എന്ന് പറഞ്ഞൊരു കീവേഡ് യൂസ് ചെയ്യാം. രണ്ടാമത്തെ ഫംഗ്ഷന്റെ മുന്നിൽ സ്പേസ് ഇടും. ഓക്കെ, ഇനി ഒന്നും കൂടെ റൺ ചെയ്യോ. ഔട്ട്പുട്ട് കിട്ടിയില്ലേ? ഫംഗ്ഷനകത്ത് നെയിം അല്ല റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, ഈ ഡിസ്പ്ലേ നെയിം, ഇനി നമ്മുടെ ഡിസ്പ്ലേ നെയിമിനെ കോൾ ചെയ്യണമല്ലോ. ഡിസ്പ്ലേ നെയിം എന്ന് പറയുന്ന ഫംഗ്ഷനെ കോൾ ചെയ്തിട്ടില്ല. ഓക്കെ, ഡിസ്പ്ലേ നെയിമിനകത്താണല്ലോ ഇത് നമ്മൾ പ്രിന്റ് ചെയ്യാൻ കൊടുത്തേക്കുന്നത്, അപ്പൊ അതിനെ കോൾ ചെയ്യാം. അത് റിട്ടേൺ ഒന്നും ചെയ്യാത്തതുകൊണ്ട് നോർമലായിട്ട് ഡിസ്പ്ലേ നെയിം വേണ്ടല്ലോ, അത് ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ലല്ലോ.
ഓക്കെ, ഇതിനകത്ത് ഇപ്പം എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഗെറ്റ് നെയിം എന്ന് അല്ലെങ്കിൽ ഗ്രീറ്റ് നെയിം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫങ്ഷൻ ഉണ്ട്. ആ ഫങ്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്രോമിസ് റിട്ടേൺ ചെയ്യുന്നുണ്ട്. എന്താണ്, നെയിമാണ് അവിടെ റിട്ടേൺ ചെയ്യുന്നത്. ജിഷ എന്ന് പറഞ്ഞിട്ട് റിട്ടേൺ ചെയ്യുന്നുണ്ട്. അവെയിറ്റ് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യുന്നത് എന്താണ്, അത് വെയിറ്റ് ചെയ്യും ആ നെയിം റിട്ടേൺ ചെയ്യുന്ന വരെ. അതായത് ആ നെയിം കംപ്ലീറ്റ്ലി, അതായത് അത് ആ ഒരു ലൈൻ കംപ്ലീറ്റ്ലി ലോഡ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യുന്നുള്ള ഒരു പ്രോമിസാണ് അവെയിറ്റ് കീവേഡ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, അതിനകത്ത് ആ നെയിം കിട്ടിയതിന് ശേഷം ഒരു വേരിയബിളിനകത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനാണ്. അതാണ് ലെറ്റ് നെയിം എന്ന് പറയുന്നത്. എന്നിട്ട് അതിനെ പ്രിന്റ് ചെയ്യിപ്പിക്കുന്നു. ഓക്കെ, ഇതാണ് എന്ത്, അസിങ്ക് അവെയിറ്റ്. ഓക്കെ, ഇതിപ്പോൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഒരു അസിങ്ക് എന്ന് പറഞ്ഞ ഫംഗ്ഷനകത്താണ് അവെയിറ്റ് യൂസ് ചെയ്യുക. അവെയിറ്റ് നമുക്കൊരു പ്രോമിസ് ആണ് റിട്ടേൺ ചെയ്യുന്നത്. ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആവും. ഇപ്പോൾ ഇവിടെ നെയിം റിട്ടേൺ ചെയ്യുന്നത് വരെ അത് വെയിറ്റ് ചെയ്യും. അതാണ് ഇവിടുത്തെ പ്രോമിസ്. ഇനി ഇത് ഓരോ ടാസ്കിനനുസരിച്ചിട്ടും അതിൻ്റെ റോള്, ആ പ്രോമിസ് വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ ടെസ്റ്റിങ്ങിൽ എത്തുമ്പോൾ അസിങ്ക് അവെയിറ്റ് ഒന്നും കൂടെ നോക്കാം. ഇത്രയും മനസ്സിലായോ? ബാക്കിയുള്ളവർക്ക് കിട്ടിയോ? നമ്മള് ഫംഗ്ഷൻ ഈ ഡിസ്പ്ലേ നെയിമിലുള്ള ഫംഗ്ഷൻ കൊടുക്കുന്നതിന് മുന്നേ നമുക്ക് ഇതേ ഔട്ട്പുട്ട് അല്ലേ കിട്ടിയത്. പക്ഷെ ഇതിനകത്ത് പ്രത്യേകിച്ച് നമുക്ക് സിങ്ക്രണൈസ് ചെയ്യാനുള്ള കോഡൊന്നുമില്ല. കാരണം ലൈൻ ബൈ ലൈൻ ആയിട്ട് നടക്കുന്നുണ്ട്. ചില കേസിൽ, ഈ ഒരു കേസല്ല ഉദ്ദേശിക്കണേ, നമ്മൾ ഇപ്പോൾ എലമെന്റ്സ് ടെസ്റ്റിങ്ങിലേക്ക് എത്തുമ്പോൾ, അതാണ് ഞാൻ പറഞ്ഞത്, ഇത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അവിടെ എത്തുമ്പോഴാണ് കുറച്ചും കൂടെ നമുക്കിത് മനസ്സിലാവാം. ടെസ്റ്റിങ്ങിൽ എത്തുമ്പോൾ ഞാനൊരു ബട്ടണിനെ ക്ലിക്ക് ചെയ്യാൻ പറഞ്ഞു എന്ന് വിചാരിക്കുക. ആ ബട്ടണിനെ ക്ലിക്ക് ചെയ്യുക, അതായത് ഒരു പേജിൽ നിന്ന് വേറൊരു പേജിലേക്ക് നാവിഗേറ്റ് ചെയ്ത് സെക്കൻഡ് പേജിലുള്ള ഒരു ബട്ടണിനെ ലൊക്കേറ്റ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്യാൻ പറഞ്ഞു. മേ ബി അത് ആ പേജ് ഫുള്ള് കംപ്ലീറ്റ്ലി ലോഡ് ആവുന്നുണ്ടാവുള്ളൂ. ബട്ടൺ എന്ന് പറയുന്ന എലമെന്റ് അവിടെ ലോഡായി വരുന്നേ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ ആ ക്ലിക്ക് ചെയ്യാൻ പറയുന്ന സമയത്ത് ബട്ടൺ, ആ ഒരു എലമെന്റ് നോട്ട് ഫൗണ്ട് ആയിരിക്കും. അങ്ങനെ ഒരാളെ നമുക്ക് കിട്ടില്ല. അപ്പം നമ്മൾ പറയാണ്, ഓക്കെ, ആ പേജ് ഒന്ന് കംപ്ലീറ്റ്ലി ലോഡ് ആവട്ടെ, അതിൻ്റെ മുന്നിൽ അവെയിറ്റ് ഇട്ട് കൊടുത്തു, ആ പേജ് ലോഡ് ആവാനുള്ളത്. അത് കഴിഞ്ഞ് ബട്ടനെ ഫൗണ്ട് ചെയ്യാനുള്ള മെത്തേഡിന്റെ മുന്നിലും എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു അവെയിറ്റ് ഇട്ട് കൊടുക്കുക. അതായത് അതൊന്ന് എന്താണ്, ആ ബട്ടനെ നമുക്ക് ഒരു പ്രോമിസ് തരിക, ആ ബട്ടൺ കിട്ടും എന്നുള്ളൊരു പ്രോമിസിന് വേണ്ടി നമ്മൾ അവെയിറ്റ് ഇട്ട് കൊടുക്കുക. ഇവിടെ ഇപ്പം നമുക്ക് ഔട്ട്പുട്ട് കറക്റ്റാണ് കിട്ടിയത്. കാരണം ഇതിനകത്ത് സിങ്ക്രണൈസ് ചെയ്യാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല, ലൈൻ ബൈ ലൈൻ ആയിട്ട് തന്നെ അത് നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ വലിയ വലിയ ടാസ്കുകൾ ചെയ്യുമ്പോൾ നമ്മുടെ പ്രോഗ്രാമിന്റെ കാൽക്കുലേഷൻ മൊത്തത്തിൽ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട് ആ വെയിറ്റ് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ. ചിലപ്പോൾ നമ്മൾ നെയിം റിട്ടേൺ ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്യും. അപ്പോൾ റിട്ടേൺ ചെയ്യില്ല, നെയിം നല്ലായിരിക്കും നമുക്ക് കിട്ടുക, അല്ലെങ്കിൽ ഒന്നും കിട്ടില്ല, അൺഡിഫൈൻഡ് എന്നൊക്കെ പറഞ്ഞു വരും. അപ്പം നമ്മളുടെ ആ ഒരു കാൽക്കുലേഷനെ മാറിപ്പോകും. നമ്മൾ ആ നെയിം വെച്ച് എന്തെങ്കിലും കോൺകാറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കാൽക്കുലേഷൻ മൊത്തത്തിൽ മാറിപ്പോകും. അപ്പം നമ്മൾ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക, അത് കംപ്ലീറ്റ് ലോഡ് ആവട്ടെ എന്നുള്ള രീതിയിൽ ഇട്ട് കൊടുത്തു. ഓക്കെ, പിന്നെ നമ്മൾ ഏറ്റവും ആദ്യം അവെയിറ്റ് യൂസ് ചെയ്യാതിരുന്നപ്പോൾ നമുക്കൊരു പ്രോമിസ് എന്ന് പറഞ്ഞു വന്നില്ലേ, അത് നമ്മൾ ടെസ്റ്റിങ്ങിലേക്ക് എത്തുമ്പോഴും വരും. നമ്മൾ എവിടെയെങ്കിലും അവെയിറ്റ് മിസ് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് കിട്ടും, ഔട്ട്പുട്ടിന് കുഴപ്പമില്ല, ചിലപ്പോൾ ഔട്ട്പുട്ട് കിട്ടും. പക്ഷെ ഇങ്ങനെ ഒരു ഇത് വരും, പ്രോമിസിന്റെ ഒരു മിസ്സിങ് വരും. അപ്പം അത് ജസ്റ്റ് പറഞ്ഞു, ഇതാ ഇങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഒരു അവെയിറ്റ് നമ്മൾ ഏത് ടാസ്ക് ചെയ്യുകയാണെങ്കിലും, എന്തെങ്കിലും ക്ലിക്ക് ഇവൻസോ അങ്ങനെ എന്ത് ഫങ്ഷൻസ് ചെയ്യുകയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, അവെയിറ്റ് യൂസ് ചെയ്യണം. അവെയിറ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു അസിങ്ക് ഫങ്ഷനകത്ത് തന്നെ ആയിരിക്കണം. ആ 2 റൂള് പറഞ്ഞു അവെയിറ്റ് നമുക്കൊരു പ്രോമിസ് റിട്ടേൺ ചെയ്യുന്നു. ഓക്കെ, അത്രയും പറഞ്ഞു. നമുക്ക് കുറച്ച് ചെറിയ ചെറിയ ടോപ്പിക്സ് നോക്കാം. തിയറിയാണ്. നമ്മൾ നോഡ് എന്താന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു, നോഡ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? നോഡ് എന്തായിരുന്നു, ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോഡ് നമുക്ക് വേണം. നോഡ് എന്തിനു വേണ്ടിയാ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? അതെ, നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് നോഡ് ജെഎസ് എന്ന് പറയുന്നത് ജാവാസ്ക്രിപ്റ്റിന്റെ റൺ ടൈം എൻവയോൺമെന്റ് ആണ്. ജാവാസ്ക്രിപ്റ്റ് നമ്മുടെ നോർമലി ബ്രൗസറിലാണ് റൺ ചെയ്യുക. ബ്രൗസറിലല്ലാതെ നമ്മുടെ ടെർമിനലിനകത്തും കമാൻഡ് പ്രോംപ്റ്റിനകത്തും ഒക്കെ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ആര്, നോഡ്. നമ്മളത് ഇൻസ്റ്റാൾ ചെയ്തു നമ്മുടെ സിസ്റ്റത്തിനകത്ത്, ഓർമ്മയില്ലേ ഫസ്റ്റ്? അതുകൊണ്ടാണ് നമ്മൾ ഈ നോഡ് അസിങ്ക് അവെയിറ്റ് ഡോട്ട് ജെഎസ് എന്ന് വിളിക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി റൺ ആവുന്നത്. നമുക്ക് ഈ നോഡ് ജെഎസ് ഇല്ല എന്നുണ്ടെങ്കിൽ
ഇത് ബ്രൗസറിൽ മാത്രമാണ് ഈ ജാവ സ്ക്രിപ്റ്റ് റൺ ചെയ്യുള്ളൂ. നമുക്ക് വേറെ പാർട്ടീസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യണം. പിന്നെ ലൈവ് സെർവർ ഇതിനകത്ത് തന്നെ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഇത് ബ്രൗസറിൽ മാത്രമേ റൺ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പം അതല്ലാതെ നമ്മുടെ നമുക്കിത് ടെർമിനലിൽ കാണേണ്ട കാര്യമുള്ളൂ. ഔട്ട്പുട്ട് ടെസ്റ്റ് പാസ് ഓർ ഫെയിൽഡ് എന്നുള്ളത്. ഓക്കെ, അപ്പം ആ ഔട്ട്പുട്ട് നമ്മുടെ ടെർമിനലിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോഡ് യൂസ് ചെയ്തത്. അടുത്തത് NPM എന്ന് പറഞ്ഞൊരു ഇതേപോലെ നോഡ് പോലെ നമുക്ക് വേറൊരു പഠിക്കാനുള്ള ഒരു ടൂളാണ് NPM ടൂൾ. NPM എന്ന് പറയുന്നത് നോഡ് പാക്കേജ് മാനേജർ. അപ്പോൾ അതൊരു ടൂളാന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ നോഡ് JSന്റെ കൂട്ടത്തിൽ നമ്മൾ നോഡ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ആ സമയത്ത് വരുന്ന ഒരു പാക്കേജാണ് അല്ലെങ്കിൽ ഒരു ലൈബ്രറിയാണ് ഈ NPM എന്ന് പറയുന്നത്. നമ്മൾ ഈ NPM യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. സെപ്പറേറ്റ് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളേ. NPM നമ്മൾ ഇനിയിപ്പോൾ ജാവാ സ്ക്രിപ്റ്റിലൊക്കെ എത്തുമ്പോൾ പ്ലേ റൈറ്റിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. അപ്പോൾ ഈ NPM ഒക്കെ നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ NPM എടുത്തിട്ടുണ്ട്, നമ്മൾ നോഡ് ഇൻസ്റ്റാൾ ചെയ്തു. അപ്പോൾ ഈ NPM നമ്മുടെ ലൈബ്രറി ഉണ്ട്. NPM ലൈബ്രറി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഫ്രം സ്ക്രാച്ചിൽ നിന്ന് തന്നെ പല കാര്യങ്ങളും ഇൻസ്റ്റാൾ ചെയ്യാനൊന്നും പറഞ്ഞു കൊടുക്കണ്ട. ഇപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം, പ്ലേ റൈറ്റ് ഇൻസ്റ്റാൾ ചെയ്യണം എന്ന് വിചാരിക്കുക. അപ്പോൾ അതിന് കുറേ സ്റ്റെപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സ്റ്റെപ്സ് നോഡ് മൊഡ്യൂൾസിൽ പോയി, നോഡ് പാക്കേജസിൽ പോയി, പ്ലേ റൈറ്റിൽ കയറി, അങ്ങനെ ഓരോ പാത്തും കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കാതെ ജസ്റ്റ് ഈ NPM, കാരണം NPM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിലുള്ള നോഡ് പാക്കേജ് മാനേജർ. അത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ പ്ലേ റൈറ്റിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമുക്ക് ഈ NPM എങ്ങനെയാണ് വർക്ക് ആവുന്നതെന്ന് പറഞ്ഞുതരാം. ഈ നോഡ് പാക്കേജ് മാനേജറിനകത്ത് കയറിയിട്ട് ജസ്റ്റ് എന്ത് ചെയ്യാണ്, നമ്മൾ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞൊരു കമാൻഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, NPM ഇൻസ്റ്റാൾ പ്ലേ റൈറ്റ് ഇൻസ്റ്റാൾ. ഇപ്പോൾ പറയില്ല, ഇപ്പോൾ ടൈപ്പ് ചെയ്യേണ്ട, ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രം. ഓക്കെ, NPM ഇൻസ്റ്റാൾ പ്ലേ റൈറ്റ്. അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിനകത്ത് പ്ലേ റൈറ്റ് ഇൻസ്റ്റാൾ ചെയ്യും. ഓക്കെ, അതുപോലെ NPM ഇൻസ്റ്റാൾ, ഇപ്പോൾ ഒരു എക്സൽ ഫയലാണ്, XLJS ആണ് വേണ്ടത് വെച്ചാൽ ഇൻസ്റ്റാൾ XLJS. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു ലൈബ്രറിയാണ്. ഓക്കെ, നമ്മുടെ പാക്കേജസിനെ ഇൻസ്റ്റാൾ ചെയ്യാൻ, അതായത് ഇപ്പോൾ എക്സൽ ഫയലാണെങ്കിൽ എക്സൽ പാക്കേജ് ആണെങ്കിലും പിന്നെ പ്ലേ റൈറ്റ് പാക്കേജ് ആണെങ്കിലും ഇതിനൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈബ്രറിയാണ് NPM എന്ന് പറയുന്നത്. ഇനി ഇതേപോലെ വേറൊരാളുണ്ട് NPX എന്ന് പറയുന്നത്. NPX എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ NPM എന്ന് പറഞ്ഞാൽ മാനേജ് ചെയ്യാനാണെങ്കിൽ NPX എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ട് ചെയ്യാൻ, അതായത് റൺ ചെയ്യാനൊക്കെ. അപ്പോൾ നമ്മൾ പ്ലേ റൈറ്റ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തു, ഇനി എനിക്ക് അതിനെ റൺ ചെയ്യണം. ഒരു പ്ലേ റൈറ്റ് ഫയലിനെ റൺ ചെയ്യണം എന്ന് വിചാരിക്കുക. അപ്പോൾ ആ റണ്ണ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ NPX പ്ലേ റൈറ്റ് എന്ന് പറഞ്ഞിട്ട് കോൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ NPM എന്തിനാണ്, മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്, ലൈബ്രറീസിനെ പാക്കേജസിനെയൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. NPX എന്ന് പറയുന്നത് ഈ ലൈബ്രറീസിനെ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നോഡ് പാക്കേജ് മാനേജർ NPM-ഉം നോഡ് പാക്കേജ് എക്സിക്യൂട്ട് NPX-ഉം. ഓക്കെ, ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രം. പിന്നെ നോഡ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പം നോഡ് NPM NPX ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് ടൈപ്പ് സ്ക്രിപ്റ്റ് ആണ്. നമ്മളിപ്പോൾ എല്ലാം ജാവാ സ്ക്രിപ്റ്റിനകത്ത് എല്ലാം ചെയ്തു. എന്ത് ചെയ്തു, ക്ലാസ് ചെയ്തു, ഫങ്ഷൻസ് ചെയ്തു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ഇനി ഈ സെയിം സാധനങ്ങൾ നമ്മൾ ടൈപ്പ് സ്ക്രിപ്റ്റിനകത്തേക്ക് കൺവേർട്ട് ചെയ്യാൻ പോവാം. പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മളൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ആദ്യം നമുക്ക് ടൈപ്പ് സ്ക്രിപ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യാം, ബ്രൗസറിൽ ഇൻസ്റ്റാൾ ടൈപ്പ് സ്ക്രിപ്റ്റ് എന്ന് സെർച്ച് ചെയ്യാം. ബ്രൗസർ എടുക്കുക, എന്നിട്ട് അതിനകത്ത് ഇൻസ്റ്റാൾ ടൈപ്പ് സ്ക്രിപ്റ്റ് എന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ NPM എനിക്ക് സ്ക്രീൻ കാണാനില്ല കേട്ടോ, അതാരെ ഷെയർ ചെയ്തേക്കുന്നു. വേറെ ആരെങ്കിലും ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാൻ എന്തോ പ്രശ്നമുണ്ട്. ആരെങ്കിലും ഷെയർ ചെയ്യാം.
ആരും ഷെയർ ചെയ്യണില്ലേ? ആരാ ഷെയർ ചെയ്യണേ? ഞാൻ റീഷെയർ ചെയ്യാം. ഓക്കെ ഓക്കെ, എന്നിട്ട് ബ്രൗസറിൽ സെർച്ച് ചെയ്യാം ടൈപ്പ് സ്ക്രിപ്റ്റ് ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അതല്ലടാ, സ്ക്രോൾ ചെയ്തേ NPMന്റെ ഒരു സൈറ്റ് കാണും, അതിനകത്ത് നിന്ന് എടുത്ത സ്ക്രോൾ ചെയ്യുക താഴത്തേക്ക്. ടൈപ്പ് സ്ക്രിപ്റ്റ് NPM എന്ന് പറഞ്ഞു കണ്ടോ, അതെടുത്ത്. എല്ലാത്തിലും സെയിം തന്നെയായിരിക്കും കമാൻഡ്. എന്നിട്ട് ഇതിനകത്തുനിന്ന് NPM ഇൻസ്റ്റാൾ ടൈപ്പ് സ്ക്രിപ്റ്റ് -d ടൈപ്പ് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞതില്ലേ, അത് കോപ്പി ചെയ്യാം. എന്നിട്ട് പേസ്റ്റ് ചെയ്തിട്ട് ഞാൻ പറയുന്ന ഒരു ചെറിയ ചേഞ്ച് വരുത്താം. പേസ്റ്റ് ചെയ്തതിന് ശേഷം -dക്ക് പകരം -g എന്നാക്കുക, സ്മോൾ ലെറ്റർ G. ജസ്റ്റ് എൻ്റർ ചെയ്തേ. നമുക്ക് ഗ്ലോബലി ഇതേ കമാൻഡ് പ്രോംപ്റ്റ് ആക്കുമോ? ടെർമിനല് പവർ ഷെല്ലാണല്ലോ എടുത്തേക്കുന്നത്. ആ പവർ ഷെല്ലിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു പ്ലസ് ഐക്കണിൻ്റെ തൊട്ടപ്പുറത്തുള്ള ലോഞ്ച് പ്രൊഫൈൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് പവർ ഷെല്ലിൻ്റെ താഴെയായിട്ടുണ്ട് കമാൻഡ് പ്രോംപ്റ്റ്. അല്ല, പ്രൊജക്റ്റ് അല്ല, ഇത് ഉള്ള ഇതിനകത്ത് തന്നെ ടൈപ്പ് സ്ക്രിപ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, നമുക്ക് എല്ലായിടത്തും ഒരേപോലെ കിട്ടാൻ വേണ്ടിയാണ് ജസ്റ്റ് -g എന്ന് പറഞ്ഞ കമാൻഡ് യൂസ് ചെയ്തത്. d യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ടൈപ്പ് സ്ക്രിപ്റ്റ് നോട്ട് റെക്കഗ്നൈസ്ഡ് എന്ന് പറഞ്ഞ എറർ വരാൻ ചാൻസ് ഉണ്ട്. -g നോക്കാം. ഓക്കെ, നമ്മൾ ടൈപ്പ് സ്ക്രിപ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തു. ഇനി നമ്മൾ പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നുമില്ല. എനിക്കൊരു ടൈപ്പ് സ്ക്രിപ്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. ബാക്കിയുള്ളവർക്ക് ഇൻസ്റ്റാൾ ആയോ? ജസ്റ്റ് ഇതുപോലെ ആഡ് ടു പാക്കേജ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചോ. സിസ്റ്റർ റീസ്റ്റാർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യാതെ. -d എന്നാണ് നമുക്ക് കിട്ടിയത്, അത് -g ആയി. ജസ്റ്റ് ഇതൊന്ന് ചാറ്റിനകത്തിട്ട് ഈ ഒരു കമാൻഡ് ഇൻസ്റ്റാൾ ആയി. ഓക്കെ, ഇനി നമ്മൾ ഒരു ടൈപ്പ് സ്ക്രിപ്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ടൈപ്പ് സ്ക്രിപ്റ്റ് എന്താ എറർ കാണിക്കുന്ന എന്താ എറർ എന്ന് പറയോ? പവർ ഷെല്ലാണോ എടുത്തേക്കുന്നത്? പവർ ഷെല്ല് മാറ്റിയിട്ട് കമാൻഡ് പ്രോംപ്റ്റ് എടുക്കും. പവർ ഷെല്ല് നമ്മുടെ വിൻഡോസിലെ കുറച്ച് പോളിസി ഇതുണ്ട്, അത് സപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ടാണ് നമ്മൾ കമാൻഡ് പ്രോംപ്റ്റ് എടുക്കുന്നത്. എന്താണ് കേട്ടില്ല? ഇൻസ്റ്റലേഷൻ കമാൻഡ് നമ്മുടെ ചാറ്റിനകത്ത് ഇട്ടിട്ടുണ്ട് പൂജ. ചാറ്റിനകത്തുണ്ട്. NPM ഷെയർ ചെയ്യും ഒരാള്. എടുത്തത് ഇപ്പൊ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തു. ഇനി നമ്മൾ ടൈപ്പ് സ്ക്രിപ്റ്റിന് വേണ്ടിയിട്ട് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ജസ്റ്റ് demo.ts എന്ന് പറഞ്ഞിട്ട് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. .ts ജാവാസ്ക്രിപ്റ്റ് JS ആണെങ്കിൽ ഇത് TS. കണ്ടോ, ഇതുപോലെ ഒരു TS ഫയൽ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും, ഒരു ബ്ലൂ കളറിൽ TS എന്ന് പറഞ്ഞിട്ട്. ഇതാണ് നമ്മുടെ ടൈപ്പ് സ്ക്രിപ്റ്റ് ഫയൽ. ഇനി ടൈപ്പ് സ്ക്രിപ്റ്റ് ഇപ്പൊ നമ്മൾ ജാവാസ്ക്രിപ്റ്റ് പഠിച്ചല്ലോ, അപ്പൊ ഇതെന്താണ്, എന്തിനാണ് നമ്മൾ ടൈപ്പ് സ്ക്രിപ്റ്റ്, എന്താ ടൈപ്പ് സ്ക്രിപ്റ്റിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് നോക്കാം. ആദ്യം ടൈപ്പ് സ്ക്രിപ്റ്റ് എന്താണെന്ന് നോക്കാം. അതിന് ഇങ്ങനെ ഒരു സിൻടാക്സ് അല്ല, ടൈപ്പ് സ്ക്രിപ്റ്റിന് ഒരു ഇക്വേഷൻ പോലെ ഉണ്ട്. ടൈപ്പ് സ്ക്രിപ്റ്റ് ഈക്വൽ ടു ജാവാസ്ക്രിപ്റ്റ് പ്ലസ് അഡീഷണൽ ഫീച്ചേഴ്സ് എന്ന് പറയും നമ്മൾ. ടൈപ്പ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ജാവാസ്ക്രിപ്റ്റും കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സും കൂടെ ആഡ് ചെയ്തിട്ടുള്ളതാണ് ടൈപ്പ് സ്ക്രിപ്റ്റ് എന്ന് നമ്മൾ പറയും. ജാവാസ്ക്രിപ്റ്റ് പ്ലസ്
അഡീഷണൽ ഫീച്ചേഴ്സ്. പിന്നെ ഇങ്ങനെ പറയും സൂപ്പർ സെറ്റ് ഓഫ് ജാവാസ്ക്രിപ്റ്റ്. ഡെഫിനിഷൻ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ എന്താണ് ടൈപ്പ് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ടൈപ്പ് സ്ക്രിപ്റ്റ് ഈസ് എ സൂപ്പർ സെറ്റ് ഓഫ് ജാവാസ്ക്രിപ്റ്റ്. ഇപ്പൊ നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഒരു ഇക്വേഷൻ ആണെങ്കിലും ഡെഫിനിഷൻ ആണെങ്കിലും രണ്ടും സെയിം ആണ്. സൂപ്പർ സെറ്റ് ഓഫ് ജാവാസ്ക്രിപ്റ്റ്, അതായത് ജാവാസ്ക്രിപ്റ്റിന്റെ തന്നെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് വേർഷൻ, അതാണ് രണ്ടും മീൻ ചെയ്യുന്നത്. ജാവാസ്ക്രിപ്റ്റിൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാം എന്ത് ചെയ്യും, ടൈപ്പ് സ്ക്രിപ്റ്റിലും സപ്പോർട്ട് ചെയ്യും. പക്ഷെ എന്തൊക്കെയോ ഒരു അഡീഷണൽ ഫീച്ചേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ അഡീഷണൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നതിനകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല. ടൈപ്പ് സേഫ്റ്റി ആണ് ഈ അഡീഷണൽ ഫീച്ചർ ആയിട്ട് വരുന്നത്. ടൈപ്പ് സേഫ്റ്റി. ഓക്കെ, അപ്പൊ നമ്മൾ ജാവാസ്ക്രിപ്റ്റ് പഠിച്ചപ്പോൾ ടൈപ്സും കാര്യങ്ങളൊക്കെ പഠിച്ചു. പക്ഷെ നമ്മൾ അതെവിടെയും മെൻഷൻ ചെയ്ത് കൊടുത്തിട്ടൊന്നുമില്ല. ടൈപ്പ് കാര്യങ്ങളൊന്നും നമ്മൾ എവിടെയും മെൻഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് റൺ ടൈമിൽ ഓട്ടോമാറ്റിക്കലി മനസ്സിലാക്കുമായിരുന്നു ജാവാസ്ക്രിപ്റ്റ്. ഓക്കെ, ഇത് സ്ട്രിങ് ആണ്, നമ്പർ ആണ്, അറേ ആണ്, ഒബ്ജക്റ്റ് ആണ്, അങ്ങനത്തെ കേസൊക്കെ. പക്ഷെ ടൈപ്പ് സ്ക്രിപ്റ്റിൽ അങ്ങനെയല്ല. നമ്മൾ എന്ത് വേരിയബിൾ ഡിക്ലെയർ, ജാവാസ്ക്രിപ്റ്റിൽ എങ്ങനെയാ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുക? ഒന്ന് ഡിക്ലെയർ ചെയ്ത് കാണിക്കോ? എനിക്കൊരു ഏജ് ഡിക്ലെയർ ചെയ്യണം. എങ്ങനെയാ ഡിക്ലെയർ ചെയ്യാം? ഏജ് ഈക്വൽ ടു വാല്യൂ കൊടുക്കും. ഇതൊരു ജാവാസ്ക്രിപ്റ്റ് ഫയലാണ്. അപ്പൊ നമ്മൾ ജാവാസ്ക്രിപ്റ്റ് ഫയൽ യൂസ് ചെയ്താലും ടൈപ്പ് സ്ക്രിപ്റ്റ് വലിയ ഇഷ്യൂ ഒന്നും കാണിക്കില്ല, കാരണം ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യും. പക്ഷെ ഒരു വാർണിംഗ് പോലെ കാണിക്കും, ഇതൊരു ടൈപ്പ് സ്ക്രിപ്റ്റ് ആണ്, ടൈപ്പ് സേഫ്റ്റി വേണം എന്നുള്ള ഒരു വാർണിംഗ് പോലെ കാണിക്കും. അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഈ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തേക്കുന്നത് ഇപ്പോൾ നമ്മളുടെ കയ്യിലുള്ളത് ജാവാസ്ക്രിപ്റ്റാ. ഇതിനെ ടൈപ്പ് സ്ക്രിപ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോവാം. ടൈപ്പ് സ്ക്രിപ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആ ഏജ് എന്ന് പറഞ്ഞ വേരിയബിൾ നെയിം കഴിഞ്ഞതിന് ശേഷം സെയിം അതിൽ തന്നെ ചേഞ്ച് ചെയ്യാം. ഏജ് എന്ന് പറഞ്ഞ വേരിയബിൾ നെയിം കഴിഞ്ഞിട്ട്, വേരിയബിളിന്റെ നെയിം കഴിഞ്ഞിട്ട് ഒരു ഫുൾ കോളൻ ഇട്ട് കൊടുക്കുക. സ്പേസ് ഒന്നും വേണ്ട, ഫുൾ കോളൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിന്റെ ടൈപ്പ് പറഞ്ഞു കൊടുക്കുക. ഏജ് എന്ത് ടൈപ്പാണ്? നമ്പർ ടൈപ്പാണ്. ടൈപ്സ് ഒക്കെ നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ പഠിച്ച പോലെ തന്നെയാണ്. നമ്പർ ടൈപ്സ് ഒക്കെ ജാവാസ്ക്രിപ്റ്റിലുള്ള രണ്ടാമത്തെ അതില്ലേ നമ്മള്. ഓക്കെ, ടൈപ്സ് ഒക്കെ ജാവാസ്ക്രിപ്റ്റിൽ പഠിച്ച സെയിം ടൈപ്സ് തന്നെയാണ് ടൈപ്പ് സ്ക്രിപ്റ്റിലും സപ്പോർട്ട് ചെയ്യുന്നത്. ഈക്വൽ ടു ഒരു നമ്പർ പാസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെയാണ് ടൈപ്പ് സ്ക്രിപ്റ്റിൽ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. അതുപോലെ നമ്മൾ ജാവാസ്ക്രിപ്റ്റിനകത്ത് ഇങ്ങനെ ചെയ്തിരുന്നു. നെക്സ്റ്റ് ലൈൻ എടുത്ത് ലെറ്റ് സി ഈക്വൽ ടു ഒരു നമ്പർ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് ലൈനിൽ വന്നിട്ട് സി ഈക്വൽ ടു, അതായത് അപ്ഡേറ്റ് ചെയ്യുക. സി ഈക്വൽ ടു ഈ നമ്പർ തന്നെ കോഡ്സിനകത്ത് കൊടുക്കുക, അല്ലെങ്കിൽ 25 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഡബിൾ കോഡ്സിനകത്ത് ഈ നമ്പർ തന്നെ അപ്ഡേറ്റ് ചെയ്യാണ്, ടൈപ്പും കൂടെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഇത് നമുക്ക് ജാവാസ്ക്രിപ്റ്റിൽ പോസിബിൾ ആയിരുന്നു. ഞാൻ 25 എന്ന് പറഞ്ഞിട്ട് നമ്പർ ആയിട്ട് ഡിക്ലെയർ ചെയ്തത്, എനിക്ക് അതിന്റെ ടൈപ്പ് ഇതിപ്പോ ഞാൻ നമ്പർ ആയിട്ട് തന്നെയാണ് കൊടുത്തേക്കുന്നത്, പക്ഷെ അത് കോഡ്സിനകത്താണ് കൊടുത്തേക്കുന്നത്. അല്ലെങ്കിൽ 25 ലെറ്റേഴ്സിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താലും അത് ഓക്കെ ആയിരുന്നു. ടൈപ്പും കൂടെ ഒപ്പം ജാവാസ്ക്രിപ്റ്റിൽ കൺവേർട്ടായി മാറുമായിരുന്നു. പക്ഷെ ടൈപ്പ് സ്ക്രിപ്റ്റിലേക്ക് എത്തുമ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഒരു ടൈപ്പിൽ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ വേറൊരു ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് ജാവാസ്ക്രിപ്റ്റ് സപ്പോർട്ട് ചെയ്യില്ല. അതാണ് ടൈപ്പ് സേഫ്റ്റി. നമ്മളൊരു ടൈപ്പിൽ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, അത് നമ്പർ ടൈപ്പ് ആണ്. ഇപ്പൊ ഇതിനകത്ത് നമ്മൾ നമ്പർ എന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിലും ഉണ്ടെങ്കിലും അത് നമ്പർ ടൈപ്പ് ആണ്. വീണ്ടും അതിനെ സ്ട്രിങ് ആക്കി കൺവേർട്ട് ചെയ്യുന്നത് ടൈപ്പ് സ്ക്രിപ്റ്റ് സപ്പോർട്ട് ചെയ്യില്ല. പക്ഷെ ജാവാസ്ക്രിപ്റ്റ് അത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ടൈപ്പും കൂടെ നമുക്ക് കൺവേർട്ട് ചെയ്യായിരുന്നു, കാരണം അത് ഓക്കെ ആണ്. റൺ ടൈമിലാണ് ഡിസൈഡ് ചെയ്യുന്നത് അതിന്റെ ടൈപ്പ് എന്താണെന്നൊക്കെ. ഓക്കെ, അപ്പൊ ആ 4th ലൈൻ ജസ്റ്റ് കമന്റ് ചെയ്തിടുക, അത് പോസിബിൾ അല്ല. ഇനി ആ തേർഡ് ലൈനിൽ എനിക്ക് ആ നമ്പർ ആണെന്നും കൂടെ ഉള്ളത് പാസ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതുപോലെ എങ്ങനെയായിരിക്കും ഒരു സ്ട്രിങ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം? എനിക്കൊരു സ്ട്രിങ്ങിൽ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം. ഓക്കെ, ആ നെയിമിൽ എന്താ ഇഷ്യൂ എന്ന് വെക്കുന്നത്? നെയിമിനെന്നോ പറയുന്നത് കനോട്ട് ബ്ലോക്ക് സ്കോപ്പ് വേരിയബിൾ. നെയിമിനെ ഒന്ന് നെയിംസ് എന്നോ നെയിം 1 എന്നോ എന്തെങ്കിലും ആക്കിയാണ് ഓൾസോ ഡിക്ലെയർ. ഓക്കെ, അതായത് ജസ്റ്റ് ഒരു ടെസ്റ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നെയിം സ്ട്രിങ് ആയിട്ട്. ഇനിയിപ്പോൾ എനിക്കൊരു ബൂലിയൻ വാല്യൂ ആണ് വേണ്ടതെങ്കിലോ?
ബൂലിനോ അങ്ങനെ എന്തെങ്കിലും ഒരു ഓക്കെ റിസൾട്ട് ബൂലിയൻ. റിസൾട്ട് ഇത് സ്ട്രിങ്. ഇത് സ്ട്രിങ് അല്ലല്ലോ, ബൂളിയൻ എന്ന് പറയുന്നത് സ്ട്രിങ് ആണോ? ബൂളിയൻ കോഡ്സിനകത്ത് കൊടുക്കരുത്. ഓക്കെ, ഇനി എന്താ? ഓക്കെ, ബാക്കിയെല്ലാം ഇങ്ങനെ തന്നെ നമ്മൾ പഠിച്ച എല്ലാ ടൈപ്പുകളും എന്ത് ചെയ്യാണ്? ഇപ്പം എന്ത് ടൈപ്പ് ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നു? ലെറ്റ് അല്ലെങ്കിൽ കോൺസ്റ്റ് അല്ലെങ്കിൽ വേർ, ഈ കീവേഡ്സ് ഒക്കെ ലെറ്റ് കോൺസ്റ്റ് വേർ ഈ കീവേഡ്സ് ഒക്കെ എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. അതിനകത്തൊന്നും ഒരു പ്രത്യേകത ഇല്ല. ഇതിനകത്ത് ആകെപ്പാടെ വ്യത്യാസം വരുന്നത് ടൈപ്പ് ചെക്കിംഗ് ആണ്. പിന്നെ നമുക്ക് വേറൊരു വ്യത്യാസമുണ്ട്. നമുക്ക് ജാവാസ്ക്രിപ്റ്റ് ഡയറക്റ്റ്ലി നോട്ട് ജെഎസിനകത്തേക്ക് യൂസ് ചെയ്ത് കമ്പൈൽ ചെയ്യുക. അതായത് ജാവാസ്ക്രിപ്റ്റിന് ഒരു റൺ ടൈം എൻവയോൺമെന്റ് ഉണ്ട്, ടൈപ്പ് സ്ക്രിപ്റ്റിനകത്ത് ആ ആളില്ല. ഇനി നമുക്ക് വേരിയബിൾ ഡിക്ലെയർ ചെയ്ത്, ഇതുപോലെ എല്ലാവർക്കും വേരിയബിൾ ഡിക്ലറേഷൻ കിട്ടിയോ? ഓക്കെ, ഇനി ഞാനൊരു ഫംഗ്ഷൻ ജാവാസ്ക്രിപ്റ്റിൽ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഒരു അഡീഷന് വേണ്ടിയിട്ടുള്ള ഒരു ഫംഗ്ഷൻ. എങ്ങനെയാ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തത്? ജാവാസ്ക്രിപ്റ്റിൽ അഡീഷനാണ്, പാരാമീറ്റർ ആയിട്ട് കൊടുക്കണം വാല്യൂസ്. ഇത് ഫംഗ്ഷൻ അല്ലല്ലോടാ, പാരാമീറ്ററും അല്ല. ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യും. ഫംഗ്ഷൻ അഡീഷൻ അല്ലെങ്കിൽ ആഡ് എന്ന് പറഞ്ഞു കൊടുത്തു. റൗണ്ട് ബ്രേസസ് ഇടുക, കേളി ബ്രേസസ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക. ഓക്കെ, ഇപ്പൊ നമ്മൾ തൽക്കാലം പാരാമീറ്റർ കൊടുക്കുന്നില്ല. ഇതുപോലൊരു സിമ്പിൾ ഫംഗ്ഷൻ ആണ്. എന്നിട്ട് നേരത്തെ ജിഷു ചെയ്ത പോലെ ലെറ്റ് എ ഈക്വൽ ടു, അപ്പൊ എങ്ങനെയാ കൊടുക്കുക? എയുടെ അകത്തും അതിനകത്ത് ഇതും കൂടെ കൊടുക്കുക ടൈപ്പ് സ്ക്രിപ്റ്റിലാകുമ്പോ. ഓക്കെ, ലെറ്റ് ബി ഈക്വൽ ടു, എന്നിട്ട് കൺസോൾ ഡോട്ട് ലോഗിനകത്ത് a+b എന്ന് വിളിച്ചിട്ട് ഇഫ് അഡീഷനെ കോൾ ചെയ്യാം. ഇത് വേണമെങ്കിൽ വേറൊരു വേരിയബിളിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. കൺസോൾ ഡോട്ട് ലോഗിനകത്ത് a+b എന്ന് വിളിക്കുക. അതിന് പകരം എന്ത് ചെയ്യാം? ഒരു വേരിയബിളിനകത്തേക്ക് ഇടാം. ലെറ്റ് സി അല്ലെങ്കിൽ ലെറ്റ് റിസൾട്ട് ഈക്വൽ ടു എന്ത് ചെയ്ത് കൊടുക്കാം? a+b. എന്നിട്ട് ആ a+bനെ കോൾ ചെയ്യാം. ഓക്കെ, a+b എന്നതിനകത്ത് എന്താ? a+b ഓവർ ചെയ്ത് cannot applied കോൺകാറ്റ്. ഇത് കോൺകാറ്റ് ആയിട്ടാണ് എടുക്കുന്നത്. പ്ലസ് കഴിഞ്ഞിട്ട് സ്പേസ് ഇട്ട് കൊടുത്തേടാ. കോൺകാറ്റ് ആയിട്ടാണ് എടുക്കുന്നത്. നമ്പർ ടൈപ്പ് അല്ലേ? ബാക്കി എല്ലാവർക്കും ഇങ്ങനെ തന്നെയാണ്. എറർ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? കോൺകാറ്റ് ആയിട്ടാണ് വന്നേക്കുന്നത്. അതിനൊന്ന് ഓവർ ചെയ്തേടാ. റിസൾട്ടിനകത്ത് എന്താ വന്നേക്കുന്നത്? കനോട്ട് അപ്ലൈഡ് ടൈപ്സ് നമ്പർ, 2 നമ്പേഴ്സ് തന്നെ. അതിനകത്ത് ആ വ്യൂ പ്രോബ്ലം ഒന്നും എടുത്തേടാ. സെയിം ഇത്, അത് സപ്പോർട്ട് ചെയ്യുമെന്ന് അറിയില്ല. ഈ സെയിം ഇത് തന്നെ കാണിക്കുന്നത്. കനോട്ട് നമ്മൾ കൊടുത്തേക്കുന്ന ഓപ്പറേറ്റർ ഒക്കെ കറക്റ്റ് അല്ലേ? ക്ലോസ് ചെയ്തേ നോക്കട്ടെ സ്റ്റെപ്പ് ആയിട്ട്. ലെറ്റ് എ ഫുൾ കോളൻ ഇട്ടിട്ട് നമ്പർ കൊടുത്തു, നമ്പറാന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ ലെറ്റ് 2 നമ്പേഴ്സ്, നമ്പറിൻ്റെ ക്യാപിറ്റലിൻ്റെ അല്ലേ റിസൾട്ടിനകത്ത്? റിസൾട്ടും നമ്പറിന് കൊടുത്തേക്ക്. റിസൾട്ട് നമ്പർ, പക്ഷെ അതിനകത്ത് അവിടെ എല്ലാം എറർ വന്നേക്കുന്നത്. പ്ലസ് ഓപ്പറേറ്റർ യൂസ് ചെയ്തേക്കുന്നത്. ഈ ടൈപ്പ് പറഞ്ഞു കൊടുത്തില്ലേ നമ്മൾ? നമ്പർ എന്ന് പറഞ്ഞ ടൈപ്പ്, അത് സ്മോൾ ലെറ്റർ. നമ്പർ എന്ന് പറയുന്നത് ടൈപ്പ് തന്നെയാണ്, പക്ഷെ അത് അതിന്റെ ക്ലാസ്സിനെ എടുക്കുന്നത്. സ്മോൾ ലെറ്റർ നമ്പർ കൊടുത്ത്
ഓക്കെ ഓക്കെ. സ്മോൾ ലെറ്റർ ആണ് നമ്മൾ നമ്പർ പറഞ്ഞു കൊടുക്കുമ്പോൾ എടുത്തു കൊടുക്കേണ്ടത്. സ്മോൾ ലെറ്റർ ആണ്. മുകളിലും അപ്പോൾ അതുപോലെ ചേഞ്ച് ചെയ്യാം. നമ്പർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ എന്ന് പറയുന്നത് വാപ്പർ ക്ലാസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ്. നമ്പർ ടൈപ്പ് തന്നെ, പക്ഷെ അതൊരു വാപ്പർ ക്ലാസ് ആണ്. പക്ഷെ നമ്മൾ എപ്പോഴും ടൈപ്പ് പറഞ്ഞു കൊടുക്കുമ്പോൾ സ്മോൾ ലെറ്റർ പറഞ്ഞു കൊടുക്കണം. ഓക്കെ ഓക്കെ. ഇനി ഇത് റൺ ചെയ്യും. ഇതിന് കോൾ ചെയ്യണം, അഡീഷനെ കോൾ ചെയ്യാം, പുറത്ത് വന്നിട്ട് കോൾ ചെയ്യാം. ഓക്കെ, റൺ ചെയ്യാൻ വേണ്ടി പറഞ്ഞുതരാം. റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നോർമലി റൺ ചെയ്യുന്ന പോലെയല്ല നമ്മൾ റൺ ചെയ്യേണ്ടത്. ഇതിന് നോഡ് ഡെമോ എന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല. നമുക്ക് നോഡ് ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യില്ല. ഒരു മിനിറ്റടാ, പറയുന്ന പോലെ ടൈപ്പ് ചെയ്യും. TSC എന്നിട്ട് നമ്മുടെ ഫയൽ നെയിം demo.ts. നമ്മളിപ്പോൾ ചെയ്തേക്കുന്ന സ്റ്റെപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ജാവാസ്ക്രിപ്റ്റ് പ്രത്യേകിച്ച് ഔട്ട്പുട്ട് ഒന്നും കാണില്ല, പക്ഷെ ജാവാസ്ക്രിപ്റ്റിനെ ടൈപ്പ് സ്ക്രിപ്റ്റ് ആക്കി കമ്പൈൽ ചെയ്ത് മാറ്റി. ടൈപ്പ് സ്ക്രിപ്റ്റിനെ ജാവാസ്ക്രിപ്റ്റ് ആക്കി മാറ്റി. ഓക്കെ, നമ്മൾ ആ ഡെമോയുടെ കൂട്ടത്തിൽ തന്നെ തൊട്ട് മുകളിൽ കണ്ടോ demo.js, അതിപ്പോൾ ക്രിയേറ്റ് ആയേക്കുന്നതാണ്. അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമോ? കണ്ടോ, നമ്മൾ ഇപ്പം അത് നമുക്ക് ഓട്ടോമാറ്റിക്കലി കമ്പൈൽ ചെയ്ത് തരുന്നതാണ്. നമ്മൾ അവിടെ കൊടുത്തേക്കുന്ന എല്ലാം തന്നെ നമുക്ക് എന്ത് ചെയ്ത് തരും? ഒരു JS ഫയലായിട്ട് കൺവേർട്ട് ചെയ്ത് തരും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? നോഡ് നോർമലി എങ്ങനെയാ ജാവാസ്ക്രിപ്റ്റ് കോൾ ചെയ്യുന്നത് അതേപോലെ നോഡ് demo.js. കണ്ടോ, അതിനകത്ത് 30 ആ ഒരു ഔട്ട്പുട്ട് മാത്രമേ പ്രിന്റ് ചെയ്യിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. TS ഫയൽ എടുത്തു നോക്കൂ. ഓക്കെ, ഇതിനകത്ത് ഇങ്ങനെ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ റെഡ് അടിച്ച് കിടക്കും. അത് മൈൻഡ് ചെയ്യേണ്ട, ഇഗ്നോർ ചെയ്തേക്ക്. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? നമ്മുടെ ടൈപ്പ് സ്ക്രിപ്റ്റിന് സ്വന്തമായിട്ടൊരു ആളില്ല, റൺ ടൈം എൻവയോൺമെന്റ് ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ജാവാസ്ക്രിപ്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അതും ഒരു ജാവാസ്ക്രിപ്റ്റ് വെച്ച് നോക്കുമ്പോൾ ഒരു ഇതാണ്, ഡിഫറൻസ് ആണ്. ജാവാസ്ക്രിപ്റ്റിന് ജസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് നോഡെന്ന് വിളിക്കുക, ഫയൽ നെയിം വിളിക്കുക. ടൈപ്പ് സ്ക്രിപ്റ്റിന് അത് പറ്റില്ല. മനസ്സിലായോ? ഇങ്ങനെ വേണം കൺവേർട്ട് ചെയ്തിട്ട് വേണം നമ്മൾ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് TSC. ഈ TSC.demo.ts അടിച്ചപ്പോൾ ആർക്കെങ്കിലും TSC നോട്ട് റെക്കഗ്നൈസ്ഡ് എന്തെങ്കിലും കാണിച്ചായിരുന്നോ? കറക്റ്റായിട്ട് കൺവേർട്ട് ആയി എല്ലാവർക്കും? ഓക്കെ, ടൈപ്പ് സ്ക്രിപ്റ്റ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ടെന്നാണ് അർത്ഥം. ഇൻസ്റ്റാൾ ആയിട്ടില്ലെങ്കിലാണ് നമുക്ക് മേ ബി TSC നോട്ട് റെക്കഗ്നൈസ്ഡ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കും. ഇങ്ങനെ ആരെയൊക്കെങ്കിലും ഔട്ട്പുട്ട് വന്നിട്ടുണ്ടെങ്കിൽ പറയാം. കറക്റ്റ് അല്ലേ എല്ലാവർക്കും കിട്ടിയത്? അടുത്തത് പറയട്ടെ. ഇനി എനിക്ക് അടുത്തത് ഒരു സബ്സ്ട്രാക്ഷന് ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷനകത്ത് നമ്മുടെ JSനകത്തല്ല TSനകത്താണ് ചെയ്യേണ്ടത്. TSനകത്ത് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് TS ഫയലിനകത്ത്. സബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമാൻഡ് ഉണ്ട്, ഫംഗ്ഷൻ ഉണ്ട്. ഫംഗ്ഷൻ സബ്സ്ട്രാക്ഷൻ. അതിനകത്ത് ഞാൻ 2 വേരിയബിൾസ് പാരാമീറ്റർ ആയിട്ടാണ് പാസ് ചെയ്യുന്നത്. റൗണ്ട് ബ്രേസസിനകത്ത് കെളി ബ്രേസസ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത്, എന്നിട്ട് റൗണ്ട് ബ്രേസസിനകത്ത് C,D എന്ന് പറഞ്ഞ് പാസ് ചെയ്യാം. എന്നിട്ട് നെക്സ്റ്റ് ലൈനിൽ console.logനകത്ത് C-D എന്ന് കൊടുക്കുന്നു. ഇതാണ് നമ്മൾ നോർമൽ console.logനകത്ത് കൊടുക്കണം. console.log അല്ലെങ്കിൽ ഒരു വേരിയബിളിനകത്ത് ഇട്ടിട്ട് ആ വേരിയബിൾ നേരത്തെ ചെയ്ത പോലെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ സിയും ഡിയുടെയും ടൈപ്പ് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഒരു ഫംഗ്ഷൻ പാരാമീറ്റർ ആണെങ്കിൽ എങ്ങനെയാ ചെയ്യാന്ന് വെച്ചാൽ, ലെറ്റ് ഒന്നും വേണ്ട, C കഴിഞ്ഞിട്ട് ഫുൾ കോളൻ ഇടാം. ഓക്കെ, എന്നിട്ട് നമ്പർ എന്ന് പറഞ്ഞു കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ടൈപ്പ് അറിയില്ല എന്ന് വിചാരിക്കേ, അങ്ങനെയാണെങ്കിൽ എനി എന്ന് പറഞ്ഞൊരു ടൈപ്പ് ഉണ്ട്. അത് റൺ ടൈമിൽ ഈ ജാവാസ്ക്രിപ്റ്റ് പോലെ തന്നെ എല്ലാ ടൈപ്പായിട്ടും കൺവേർട്ട് ചെയ്യും. എനി ടൈപ്പാണ് യൂസ് ചെയ്തേക്കുന്നത് വെച്ചാൽ അതെന്ത് ചെയ്യും? റൺ ടൈമിൽ അത് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അത് എന്തോ എല്ലാ ടൈപ്പായിട്ടും എടുക്കും. എന്നിട്ട് അത് എന്താണോ നമ്മൾ കൊടുത്തേക്കുന്നത് അത് വെച്ചിട്ട് ആഡ് ചെയ്യും. ഓക്കെ, ഇനി ഇതിനെ കോൾ ചെയ്യാം, സബ്സ്ട്രാക്ഷനെ കോൾ ചെയ്യാം. എനി യൂസ് ചെയ്യാം, നമ്പർ യൂസ് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടമാണ്. അതായത് ഇപ്പോൾ നമ്മൾ ടൈപ്സ് പ്ലേറൈറ്റിലൊക്കെ എത്തുമ്പോൾ കുറേ ടൈപ്സ് ഉണ്ടാവും. നമ്മൾ പഠിച്ചതല്ലാതെ കുറച്ചും കൂടെ ടൈപ്സ് വരും. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരുന്ന കേസിൽ ഈ എനി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെയാണ്. 2 വാല്യൂസ് പാസ് ചെയ്ത് കൊടുക്കാം. റൺ ചെയ്യാം, കൺവേർട്ട് ചെയ്യാം ഫസ്റ്റ്. എന്നിട്ട് ഓക്കെ, ഔട്ട്പുട്ട് കിട്ടി.
ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ വേറൊരു ഫംഗ്ഷനാണ് മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, ഇതേപോലെ പാരാമീറ്റർ ഉണ്ട്. ഇതുപോലെ കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയോ? ശോഭിതന് കിട്ടി, വിഷ്ണുവിന് കിട്ടി. ഇതെന്താ ഈ റെഡ് ലൈൻ ഇങ്ങനെ കാണിക്കുന്നത്? അത് നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് കാണിക്കുന്നത്. അത് കുഴപ്പമില്ലടാ. നമ്മൾ ടൈപ്പ് സ്ക്രിപ്റ്റിന് ജാവാ സ്ക്രിപ്റ്റ് ആയിട്ട് അതുവരെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. കൺവേർട്ട് ചെയ്യുമ്പോൾ ഈ ഫയലിനകത്ത് റെഡ് അടിച്ച് കിടക്കും. അത് കുഴപ്പമില്ല. ഓക്കെ, സബ്സ്ട്രാക്ഷൻ ഇതുപോലെ പാരാമീറ്ററിന് തന്നെയാണ് പാസ് ചെയ്യുന്നത്. 2 പാരാമീറ്റർ പാസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് റിട്ടേൺ ചെയ്യാണ്. ഓക്കെ, ഒരു റിട്ടേൺ ഇ ഇൻറ്റു എഫ് റിട്ടേൺ ആണ് ചെയ്യുന്നത്. ഓക്കെ, ഇതുപോലെ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ പറയാം. ഇതിനകത്ത് പറഞ്ഞു തരാറുണ്ട്. ഈ സബ്സ്ട്രാക്ഷൻ റൺ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ വീണ്ടും ഇത് കൺവേർട്ട് ചെയ്യണം. കൺവേർട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അത് കൺവേർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. പക്ഷെ കൺവേർട്ട് ചെയ്യണതാണ് കുറച്ചും കൂടെ നല്ലത്. കൺവേർട്ട് ഇനിയിപ്പോൾ ഇതിനകത്താണെങ്കിലും, അതായത് നമ്മൾ ചേഞ്ചസ് ചെയ്തു എന്നിട്ട് ജസ്റ്റ് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. നമ്മൾ ഒരു പ്രാവശ്യം അതിനെ കൺവേർട്ട് ചെയ്താൽ മതി. ഫസ്റ്റ് ടൈം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ പ്രാവശ്യത്തേക്ക് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. എന്ത് പറ്റിയജിത്തെ? ഔട്ട്പുട്ട് കിട്ടിയായിരുന്നോ? എനിക്ക് വീണ്ടും ഇത് കൺവേർട്ട് ചെയ്തിട്ടാണ് ഔട്ട്പുട്ട് വന്നത്. കൺവേർട്ട് ചെയ്യണം. ഓക്കെ, നിർബന്ധമില്ല കൺവേർട്ട് ചെയ്യണമെന്ന്. ഇപ്പൊ ഇതിനകത്ത് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കൺവേർട്ട് ചെയ്യാതെ. ഓക്കെ, ഇതിനകത്ത് രണ്ടാമത് ഞാൻ കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? രണ്ടാമത് ഓക്കെ, കൺവേർട്ട് ചെയ്തിട്ട് തന്നെ ചെയ്യാം. അതാണ് കുറച്ചും കൂടെ നല്ലത്. ഓരോ ചേഞ്ച് വരുത്തുമ്പോഴും കൺവേർട്ട് ചെയ്യാം. ഓക്കെ, ഇത് ഇത്രയും വരെ ചെയ്തോ എല്ലാവരും? അതായത് ജസ്റ്റ് ഒരു മൾട്ടിപ്ലിക്കേഷൻ റിട്ടേൺ. ഓക്കെ, ഇനി നമ്മൾ ഇതിനകത്തുനിന്ന് റിട്ടേൺ എന്ന് പറയുന്ന നമ്പറിന്റെ 2 നമ്പർ ആണെന്ന് പറഞ്ഞു കൊടുത്തു. EUFും നമ്പർ ആണെന്ന് പറഞ്ഞു കൊടുത്തു. ഇതേപോലെ തന്നെ ഈ വാല്യൂ, ഈ ഫംഗ്ഷൻ എന്തെങ്കിലും റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ടൈപ്പും കൂടെ പറഞ്ഞു കൊടുക്കണം. അതെവിടെയാ പറഞ്ഞു കൊടുക്കുക എന്ന് വെച്ചാൽ 20ാമത്തെ ലൈനിലെ കേളി ബ്രേസസിന്റെ, അതായത് എൻഡിലായിട്ട് വരിക. കേളി ബ്രേസസിന് തൊട്ട് മുന്നേ, കേളി ബ്രേസസിന് മുന്നേ. ഓക്കെ, അവിടെ ഒരു ഫുൾ കോളൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് 2 നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും റിട്ടേൺ ചെയ്യാം? നമ്പർ തന്നെ റിട്ടേൺ ചെയ്യാം. ഓക്കെ, ഇതാണ് റിട്ടേണിന്റെ കേസിൽ. ഇനി പ്രത്യേകിച്ച് ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല എന്നാണെങ്കിലും നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം? ടൈപ്പ് പറഞ്ഞു കൊടുക്കാം. ഇനി മുകളിലത്തെ ഫംഗ്ഷൻ എടുക്കുക, സബ്സ്ട്രാക്ഷൻ. സബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല, ഇല്ലല്ലോ. അപ്പോൾ അവിടെയും നമുക്ക് ടൈപ്പ് പറഞ്ഞു കൊടുക്കാം. ഫുൾ കോളൻ ഇടുക, വോയിഡ് എന്ന് പറഞ്ഞു കൊടുക്കുക. വോയിഡ്, അതായത് പ്രത്യേകിച്ച് ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ലെങ്കിൽ വോയിഡ് എന്ന് പറഞ്ഞു കൊടുക്കാം. വോയിഡ് പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. വോയിഡ് എന്ന് പറഞ്ഞു കൊടുത്താലും ഇല്ലെങ്കിലും സെയിം തന്നെയാണ് റിസൾട്ട് വരാൻ പോണത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇതിനെ വീണ്ടും എന്ത് ചെയ്യുക? റിട്ടേൺ ചെയ്യുന്ന ഫംഗ്ഷനെ കോൾ ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യുക? കൺസോൾ ഡോട്ട് ലോഗിനകത്തിട്ട് കോൾ ചെയ്താൽ മതി. കൺസോൾ ഡോട്ട് ലോഗ് കോൾ ചെയ്യുക ഫംഗ്ഷന് താഴെ 23 ലൈനിലായിട്ട്. മതി. ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കുവോ? ഓക്കെ, കൺവേർട്ട് ചെയ്യുക. കൺവേർട്ട് ചെയ്തിട്ട് വരാം. ഇതിപ്പോ ഈ കൺവേർട്ട് ചെയ്യുന്നതിന് മുന്നേ ഇവിടെ റെഡ് അടിച്ച് കിടക്കുന്നില്ല. കൺവേർട്ട് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഈ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിലും സബ്സ്ട്രാക്ഷൻ ആണെങ്കിലും റെഡ് അടിച്ച് കിടക്കണം. അതെന്താന്ന് വെച്ചാൽ ഈ ടൈപ്പ് സ്ക്രിപ്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് നെയിംസ് ഈ സെയിം ഫയലിൽ തന്നെ ആവണമെന്നില്ല. ഈ ഡ്യൂപ്ലിക്കേറ്റ് നെയിം ആയിട്ടുള്ള ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? മനസ്സിലാക്കും. ഓക്കെ, ഇങ്ങനെ ഒരു നെയിമിൽ വേറൊരു ഫംഗ്ഷൻ ഉണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ അത് എന്ത് ചെയ്യാണ്? നമുക്ക് എറർ പോലെ കാണിക്കുകയാണ്. ഒരു വാർണിംഗ് ആണ്, കുഴപ്പമില്ല അത്. ഓക്കെ, കൺവേർട്ട് ചെയ്യുമ്പോൾ സെയിം ഫയൽ നെയിം എല്ലാം തന്നെയല്ലേ നമുക്ക് ഔട്ട്പുട്ട് കിട്ടണം. അതുകൊണ്ടാണ്.
അപ്പം ഇങ്ങനെയാണ് ഫങ്ഷൻസിനെ ടൈപ്പ് സ്ക്രിപ്റ്റിൽ എനിക്ക് ഡിക്ലെയർ ചെയ്യുന്നത്. കേട്ടില്ല അജിത്ത്, കിടക്കുന്നുണ്ട്. ഷെയർ ചെയ്യോ? ഇതിനകത്ത് എന്താ എറർ വന്നേക്കുന്നത്? എറർ ദ റൈറ്റ് സൈഡ് ഓഫ് അരിത്തമെറ്റിക് ഓപ്പറേറ്റർ മസ്റ്റ് ബി ടൈപ്പ് എനി നമ്പർ. ഓക്കെ, ബിഗിൻഡ് നമ്പറിന് അത് ക്യാപിറ്റൽ തന്നെ കൊടുത്തേക്കുന്നത്. ഇനി ഒന്ന് റൺ ചെയ്തേ, ഒന്നും കൂടെ ടൈപ്പ് സ്ക്രിപ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം. എന്നിട്ട് ഓക്കെ, ഇപ്പോൾ ഔട്ട്പുട്ട്. ഓക്കെ, ഇത്രയാണ് ഫങ്ഷൻസ് ഉള്ളത്. ഫങ്ഷൻസ് നമ്മൾ നോർമൽ വേരിയബിൾസിനെ കൺവേർട്ട് ചെയ്യാണ് ടൈപ്പ് സ്ക്രിപ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്തു. ഫങ്ഷൻസ് 3 രീതിയിൽ നമ്മൾ കൺവേർട്ട് ചെയ്തു. റിട്ടേൺ ഉള്ളത്, റിട്ടേൺ ടൈപ്പ് ഇല്ലാത്തത്, പിന്നെ ജസ്റ്റ് എന്ത് ചെയ്തു, പാരാമീറ്റർ പാസ് ചെയ്ത് കൊടുത്തിട്ട് പാരാമീറ്റർ ഇല്ലാത്തത്, അങ്ങനെ നോക്കി. ഇനി നമുക്കുള്ളത് അറേസ് ഒബ്ജക്ട്സും മാത്രമാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഒരു അറേ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുക, ഒബ്ജക്റ്റിനെ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുക എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇന്നിപ്പോൾ ഇത്രയും മതി. ഓക്കെ, അതും കൂടെ കഴിഞ്ഞാൽ നാളെ തന്നെ മിക്കവാറും പ്ലേ റൈറ്റും സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ പ്ലേ റൈറ്റിൻ്റെ ഇൻസ്റ്റാളേഷനും കൂടെ കഴിഞ്ഞു. ജാവ സ്ക്രിപ്റ്റ്, ടൈപ്പ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ദിവസത്തെ ക്ലാസ്സേ ഉള്ളൂ. നമ്മൾ പഠിച്ച കാര്യങ്ങൾ ടൈപ്പ് സ്ക്രിപ്റ്റിൽ ജാവ സ്ക്രിപ്റ്റിൽ പഠിച്ചത് ടൈപ്പ് സ്ക്രിപ്റ്റിനകത്തേക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം, കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.